കിടിലൻ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം മറികടന്ന് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ നവ്യ അനാമികയെ ഭീഷണിപ്പെടുത്തുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ നന്ദു അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് ഒരു നേരത്തെ ഫുഡ് കഴിക്കാനും അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അനാമികയുടെ അടുത്ത് നവ്യ പറയുന്നുണ്ട്, അതെ നിന്റെ ദേഷ്യമൊക്കെ മാറ്റി നീ നന്ദുട്ടന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോകുന്നതിന് മുമ്പുള്ള വരവാണെന്ന് പറയുമ്പോൾ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അനാമിക എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്ദുവിന്റെ അടുത്ത് അനാമിക പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്, ഈ ഫുഡ് വിളമ്പി തന്ന് നമുക്ക് ആ ഒരു ശത്രുത ഇവിടെ അവസാനിപ്പിക്കാന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. കാരണം നന്ദുവിനെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിട്ട് നയന പോകുന്ന സമയത്ത് ദേവയാനിയെ നോക്കിയിട്ട് നയന കൈ വീശുന്നുണ്ട്. അപ്പൊ ദേവയാനി സന്തോഷത്തോടെ തിരിച്ച് കൈ വീശുന്നുണ്ട്. പക്ഷെ ഇത് ആദർശ് കാണുന്നുണ്ട്. ആദർശ് കാണുമ്പോ പിന്നെ ആദർശിന്റെ മനസ്സിൽ സംശയങ്ങളുടെ കൂടാരം കൂടുവാണ്. ആരാണ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അറിയണം, സത്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നയന ആദർശിന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത് ആദർശിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എന്തായാലും വരും എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.